ഇംഗ്ലണ്ട് വേഴ്സസ് സെർബിയ മത്സരം ഒരിക്കലും ഒരു ഇംഗ്ലണ്ട് ആരാധകനും ഇനി മറക്കൂല. കാരണം ഒരുപാട് നല്ല പ്രതീക്ഷകളുമായിട്ടാണ് സെർബിയക്കെതിരെ ഇംഗ്ലണ്ട് കടന്നു വരേണ്ടത്. സ്വാഭാവികമായിട്ടും ജർമ്മനിയൊക്കെ 5-0 ജയിച്ചതുപോലെ വിജയിക്കുന്നൊക്കെ നമ്മളും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു 3 എന്തായാലും അടിക്കുന്നൊക്കെ എല്ലാ ആരാധകനും വിചാരിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ മത്സരം ആകെ ഗതി മാറി എന്ന് പറയേണ്ടി വരും. സെക്കൻഡ് ഹാഫിൽ ഇംഗ്ലണ്ടിനൊന്ന് വിറപ്പിച്ചിട്ടുണ്ട് സെർബിയ. കാരണം ഇംഗ്ലണ്ട് ഒരുപാട് അവസരങ്ങളിൽ സെർബിയക്ക് പിന്നിലായിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലത്തെ ആ ഒരു മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൻ്റെ ശേഷം സെർബിയയുടെ പോരാട്ടം എന്ന് പറയുന്നത് ഒരു കിടിലം പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അത് ഏതൊരു ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാവും. സെർബിയ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം കണ്ടിട്ടുള്ള ആർക്കും മനസ്സിലാവും. മത്സരത്തിൻ്റെ 13-ാം മിനിറ്റിൽ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഒരു ഗോൾ വരികയാണ്. ഒരുപക്ഷെ ഈ ഒരു മത്സരത്തിൽ ഒരു ഗോൾ നേടണം, അല്ലെങ്കിൽ ഒരു മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് ഒരു മനുഷ്യൻ വരണമെന്ന് എല്ലാ ആരാധകരും വിചാരിച്ചിട്ടുണ്ടാവുക ജൂഡ് ബെല്ലിംഗ്ഹാമിനായിരിക്കും. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്നലെ ജൂഡ് കളിച്ചിട്ടുള്ള ആ ഒരു കളിശൈലിയാണ്. മധ്യനിരയിൽ ഒരു താണ്ഡവമാടുന്ന ജൂഡ് ബെല്ലിംഗ്ഹാമിനെയാണ് ഇന്നലെ എല്ലാവരും കണ്ടിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് ബുക്കായോ സാക്കയെ പറ്റിയും പറയാനുള്ളത്. കാരണം സാക്കയെ സംബന്ധിച്ചിടത്തോളം ഇടത് ആ വിങ്ങിലൂടെ കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഡിഫൻസിനെയൊക്കെ വട്ടം കറക്കുന്ന രീതിയിലാണ് സാക്ക ആ ഒരു വിങ്ങിലൂടെ കയറി ചെന്നിട്ട് തൻ്റെ ടീം അംഗങ്ങൾക്ക് പാസ് നൽകുന്ന ഓരോ ശൈലി കണ്ടത്. ഒരുപാട് പാസുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ആ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിൽ നിൽക്കുന്ന ഹാരി കെയ്ൻ ആയാലും ഇപ്പോൾ അതിൻ്റെ പുറകിലേക്ക് വരുമ്പോൾ ഫോഡൻ ആയാലും ഈ ഒരു ടൈമിൽ ഇംഗ്ലണ്ട് ഭാഗത്തിൻ്റെ അടുത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതിനൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത്, ആ പാസിനൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ളത് ബുക്കായോ സാക്ക എന്ന് പറയുന്ന ആ ഒരു താരാണെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു താരമാണ് ഈ ഡിഫൻസ് ലൈനിലെ അവരുടെ കോളെ വാൾക്കർ എന്ന് പറയുന്ന താരം. വാൾക്കറിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻസിനെ ഒരുപാട് പ്രശംസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ യൂറോ കപ്പിലേക്ക് വന്നത്. പക്ഷേ വാൾക്കറാണ് ഇന്നലത്തെ കളിയിലെ കുറച്ചുകൂടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് പറയാം. മധ്യനിരയിലേക്ക് വരുമ്പോൾ അവിടെ ഡിക്ലൈൻ റൈസിനെയും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹവും നല്ല രീതിയിലൊരു പോരാട്ടം കാഴ്ചവെച്ചിട്ടുണ്ട്. മധ്യനിരയിലെ സെർബിയൻ താരങ്ങളെ തച്ച് തുടക്കുന്ന രീതിയിലാണ് ബെല്ലിംഗ്ഹാമിൻ്റെ പോരാട്ടം നമുക്ക് കാണാൻ സാധിച്ചെങ്കിൽ പ്രതിരോധത്തെ കീറിമുറിക്കുന്ന ബുക്കായോ സാക്കയെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. മധ്യത്തിലും മുന്നേറ്റത്തിലും ഒരുപോലെ സഹായം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഡിക്ലൈൻ റൈസിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എഴുതി തള്ളാൻ ഒരിക്കലും പറ്റാത്തൊരു ടീമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സെർബിയ എന്ന് പറയുന്നത്. കാരണം സെക്കൻഡ് ഹാഫിൻ്റെ ശേഷം കളി ആകെ മൊത്തമാണ്ട് മാറി. ഒരുപാട് ടൈമിൽ സെർബിയ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതായത് അവർക്ക് ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ എന്തോ അവസാന മിസ്റ്റേക്കുകളൊക്കെ പോലെ അങ്ങനെ തോന്നുന്നുണ്ട് ആരാധകർക്ക്. കാരണം സെർബിയയെ ഒരിക്കലും തള്ളിപ്പറയാനായിട്ട് പറ്റൂല. നല്ല ടീമാണ്, നല്ല കിടിലം സ്ട്രെങ്ത് ഒക്കെ ഉള്ളൊരു ടീമാണ്. കാരണം ഇത്രക്കും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇംഗ്ലണ്ട് സ്ക്വാഡിന് മുമ്പിൽ അടി പതറാതെ ഒരു ഗോളിന് മാത്രം തോറ്റ് പരാജയപ്പെട്ട് മടങ്ങുമ്പോൾ ഓൾക്കും കൂടെ നമ്മൾ ക്ലാപ്പ് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിനെ പറ്റി എടുത്തു പറയുമ്പോൾ വേറൊരാളെ പേരും കൂടി പറയാനുണ്ട്. അതാണ് അലക്സാണ്ടർ ആർണോൾഡ് എന്ന് പറയുന്ന ലിവർപൂളിൻ്റെ താരം. കാരണം അദ്ദേഹവും നല്ല മികച്ച രീതിയിലുള്ള ഒരു പ്രകടനമാണ് ഈ ഒരു മത്സരത്തിലും കാഴ്ചവെച്ചിട്ടുള്ളത്. ഇംഗ്ലണ്ട് സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഗേറ്റ് എന്താണ് കാണിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവണില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്ഷൻ, ഇതിൻ്റെ ഒരു എന്താ പറയുക കാഴ്ചപ്പാടിൽ അവിടെ ഡിക്ലൈൻ റൈസിൻ്റെ കൂടെ കൊബി മൈനുവിനെ ഒരു കുറച്ച് മുമ്പ് ഒരു 50 മിനിറ്റിന് ശേഷം ഒരു 60-ാം മിനിറ്റിലൊക്കെ കൊണ്ടുവന്ന് ഇറക്കിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിക്കുമായിരുന്നു എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഫോഡൻ എടുത്തു പറയുമ്പോൾ ഫോഡൻ എന്ന് പറയുന്ന കളിക്കാരൻ വിത്തൗട്ട് പെപ്പ് എന്ന് പറയേണ്ടത് അത് എനിക്ക് തോന്നുന്നു വേറെ എന്തൊക്കെയോ ആണ്. കാരണം അത്രക്കും ഫോഡൻ്റെ അടുത്ത് നിന്നൊരു മികച്ച പ്രകടനം ഇപ്പോഴത്തെ ഇംഗ്ലണ്ട് ആരാധകർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു സമയത്തേക്ക് നമുക്കവിടെ പാമറിനെയും പ്ലേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് സൗത്ത് ഗേറ്റിന് പാമറിനെയും അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ അതിനും അദ്ദേഹം തുടർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി എന്താണ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ പോകുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഈ യൂറോയിൽ ഒരു ടീമിനെയും തള്ളിപ്പറയാൻ പറ്റൂല എന്നുള്ളതിൻ്റെ പ്രധാന ഉദാഹരണമായിരുന്നു ഇന്നലത്തെ ആ ഒരു മത്സരം.